നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ അമ്മ ഇത്? അങ്ങോട്ട് കഴുകടി. ഇതെല്ലാം സഹിച്ചാണ് ചേച്ചി പിടിച്ചു നിന്നതല്ലേ? ഞാൻ സഹിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് നീ അനുഭവിച്ചു കഴിഞ്ഞു ഗംഗേ. എന്നെ രക്ഷിക്കാൻ വേണ്ടി പോലും നീ എന്തൊക്കെ ചെയ്തു. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും അധികമാവില്ല. അതെല്ലാം സഹിക്കാനുള്ള ശക്തി ആ സ്നേഹം നമുക്ക് തരും. അതെ, അതാണ് ശരി. ഞാൻ എല്ലാം സഹിച്ചത് എന്റെ മഹിയേട്ടനും മാളുവിനും വേണ്ടിയായിരുന്നു. അടുത്ത പേജ് വായിക്ക്. അതാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. നാളെ മാളുവിന്റെ ബർത്ത്ഡേ ആണ്. മാളുവിന് കൊടുക്കാൻ ഒരു ഡയമണ്ട് വെച്ച ലോക്കറ്റ് വാങ്ങി. എന്താ ഇത്? ഇത് മാളുവിന് വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്? ഇതെന്താ ഡയമണ്ട് ആണോ? അതെ, നന്നായിട്ടുണ്ടല്ലേ അമ്മേ? എനിക്കത്ര നന്നായിട്ടൊന്നും തോന്നുന്നില്ല. നിനക്ക് എന്തിന്റെ കേടാ ഗൗരി? എന്ത് അമ്മ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ പണം ദൂർത്തടിക്കേണ്ട കാര്യം എന്താന്ന് ഞാൻ ചോദിച്ചത്. ധൂർത്തടിച്ചോ? ആര്? അതെ, ഇത്രയില്ലാത്ത കൊച്ചിന് ഡയമണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടാണോ സ്നേഹം കാണിക്കേണ്ടത്? ഇതൊക്കെ കാശിന്റെ അഹങ്കാരമാണ്. ആരെങ്കിലും നിനക്കെന്താ അല്ലേ? പണം കൈലാസത്തിലല്ലേ? എന്റെ മകൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷ് ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്ന കാണുമ്പോ എനിക്ക് വിഷമമുണ്ട്. നിനക്ക് കൊച്ചിന് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിലേ നീ സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കി വാങ്ങണം. അല്ലാതെ വല്ലവരുടെയും പൈസ മുടിപ്പിക്കല്ല വേണ്ടത്. വല്ലവരുടെയോ? മഹിയേട്ടൻ എന്താ എനിക്ക് അന്യനാണോ? ഞങ്ങളുടെ കുഞ്ഞിന് ഒരു സാധനം മഹിയേട്ടന്റെ പണം കൊണ്ട് വാങ്ങിച്ചതിന് ഒരു ധൂർത്തായൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ ലോക്കറ്റ് വാങ്ങിയ പണമൊന്നും മഹിയേട്ടനെ സംബന്ധിച്ച് ഒരു തുകയല്ല. അത് നിന്റെ പിടുക്കൊന്നും അല്ലല്ലോ. നീ ആള് കൊള്ളാലോ. അപ്പൊ എന്റെ മകന്റെ കയ്യിലെ പണത്തിലാണ് നിന്റെ നോട്ടം അല്ലേ? ദേ, ഞാൻ ക്ഷമിക്കാവുന്നതിന്റെ മാക്സിമം ക്ഷമിക്കുന്നുണ്ട്. പിന്നെ എന്റെ തലയിൽ കയറാൻ വരരുത്. നിങ്ങൾ ഈ പറയുന്നതിനൊന്നും മറുപടി പറയാൻ അറിയാത്തോണ്ടോ ഇല്ലാത്തോണ്ടോ അല്ല ഞാൻ മിണ്ടാതിരിക്കുന്നത്. എങ്കിൽ നീ പറയടി, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാനൊന്ന് കേക്കട്ടെ. മഹിയേട്ടന്റെ പണത്തെ ഓർത്ത് ഇത്രയ്ക്ക് വേദനിക്കാൻ നിങ്ങൾ മഹിയേട്ടന്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ, രണ്ടാനമ്മയല്ലേ? എന്തു പറഞ്ഞടി? അപ്പോ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. അമ്മയായിട്ടാ ഇതിപ്പോ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.